ഹലോ എക്സാമിനർ പ്ലസ് വൺ ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മൾ പ്ലസ് വൺ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക് SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തീർത്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അടുത്ത ടോപ്പിക്കായ കോംപ്ലിമെൻ്ററി SI യൂണിറ്റ്സ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ, നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ് ഫിസിക്സിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും കംപ്ലീറ്റ് കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിലോ അല്ലെങ്കിൽ നിങ്ങൾ നീറ്റിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പൃഥ്വി ബാച്ചിൽ, ജെഇ കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പ്ലസ് വൺ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, വർക്ക്ഷീറ്റ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പ്രോപ്പറായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ, നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ ദിവസം പ്ലസ് വൺ റിസൾട്ട് വന്നപ്പോൾ എക്സാമിനറിൻ്റെ 520 നേടി കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സായ കുട്ടികളാണ്. പലരുടെയും ഫോട്ടോ ഇനി വരാനുണ്ട്, അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഇവരൊക്കെ എന്താ ചെയ്തത്? വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കാര്യമൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവരൊക്കെ ഓരോ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഇവർ ചെയ്തത്രേ ഉള്ളൂ. ബാച്ചിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ ഫോളോ ചെയ്തു. ലേണിംഗ് വീഡിയോസ് ഫോളോ ചെയ്തു, വർക്ക്ഷീറ്റ് ഫോളോ ചെയ്തു, എക്സാംസ് എഴുതി പഠിച്ചു. ഇത്ര മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളും അങ്ങനെ ചെയ്യാൻ റെഡി ആണെങ്കിൽ മക്കളെ, കണ്ടൻറ്റ് ഇവർക്ക് കൊടുത്തതിനേക്കാളും ബെറ്റർ കണ്ടൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷം കിട്ടാൻ പോകുന്നത്. മര്യാദയ്ക്ക് പഠിച്ചാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അഗ്നി ബാച്ചിൻ്റെ ഫീസ് ഒരു വർഷത്തേക്ക് 6,000 റുപ്പീസേ ഉള്ളൂ, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ്. പൃഥ്വി ബാച്ചും യോധ ബാച്ചും ഒക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ പ്രോപ്പറായി പഠിക്കാം. ഓക്കെ, എനിവേ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ് മക്കളെ? കോംപ്ലിമെൻ്ററി അല്ലേ സപ്ലിമെൻ്ററി SI യൂണിറ്റ്സ്. എന്താ ഈ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ. അതായത് SI യൂണിറ്റ്സ് എത്ര ഉണ്ട് മക്കളെ? 7 SI യൂണിറ്റ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു 2 സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ SI യൂണിറ്റ്സും കൂടി ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാണ് പ്ലെയിൻ ആംഗിൾ, 2 സോളിഡ് ആംഗിൾ. ഇത് എക്സാമിൽ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, ഈ പേര് ചോദിക്കില്ല, കാരണം ഈ പേരൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഇത് ബാക്കിയുള്ള ബുക്കിൽ കൊടുത്ത പേരാണ്. പേരിലൊന്നും കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 7 SI യൂണിറ്റ്സ് കൂടാതെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SI യൂണിറ്റ്സും ക്വാണ്ടിറ്റീസും ഉണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ആളെന്താണ്? പ്ലെയിൻ ആംഗിൾ. ആരാണ് ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ? മക്കളെ, നമ്മൾ സാധാരണ ഈ ആംഗിൾ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സർക്കിളിലെ സെൻറ്ററാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ ഒരു ലൈൻ വരച്ചു, ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു. ഇതിൽ ഇടയിൽ ഉണ്ടാകുന്ന സാന്ദ്രത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആംഗിൾ എന്നാണ് വിളിക്കുക, അല്ലേ? ഇത് ആംഗിൾ അല്ലേ? 30 ഡിഗ്രി 40 ഡിഗ്രി ആംഗിൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിലൊക്കെ. ഈ ആംഗിളില്ലേ, സാധാരണ ആംഗിൾ, അതാണ് നമ്മുടെ പ്ലെയിൻ ആംഗിൾ. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്ലെയിൻ ആംഗിൾ. ഒരു സർക്കിളിൻ്റെ നടുവിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ആംഗിളാണ് പ്ലെയിൻ ആയിട്ടുള്ള ആംഗിൾ, സാധാരണ ആംഗിൾ. സർ, സർക്കിളിൽ മാത്രമാണോ? അല്ല, ട്രയാംഗിളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ട്രിഗ്നോമെട്രിയിലൊക്കെ സൈൻ തീറ്റ, കോസ് തീറ്റ. ആ തീറ്റ എന്താണ്? ഇതും പ്ലെയിൻ ആംഗിൾ തന്നെയാണ്. ഇതും പ്ലെയിൻ ആംഗിളാണ്. അപ്പോൾ സാധാരണ ആംഗിളാണ്. നിങ്ങൾ എവിടെ സാധാരണ ആംഗിൾ കണ്ടാൽ, ട്രയാംഗിളിലായിക്കോട്ടെ, സർക്കിളിലായിക്കോട്ടെ, സ്ക്വയറിലായിക്കോട്ടെ, എവിടെ നിങ്ങൾ ആംഗിൾ കണ്ടാലും അത് ശരിക്കും അതിന് വിളിക്കുന്നത് എന്താണ്? പ്ലെയിൻ ആംഗിൾ. ഇത്രയുള്ളൂ. ഈ പ്ലെയിൻ ആംഗിളിൻ്റെ സിമ്പിൾ എന്താണ്? എന്ത് വെച്ചിട്ട് നമ്മളെ സൂചിപ്പിക്കുക? തീറ്റ വെച്ചിട്ട്. ഇതൊക്കെ പണ്ട് പഠിച്ചാണ്. ഇപ്പോൾ തീറ്റ = 30 ഡിഗ്രി 40 ഡിഗ്രി 50 ഡിഗ്രി അങ്ങനെ പറയും. ഇത്രയുള്ള സംഭവം. ക്ലിയർ ആണ്? ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റൊക്കെ പഠിക്കാം, SI യൂണിറ്റൊക്കെ പഠിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫോർമുല പഠിക്കാനുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി പഠിക്കാം. മക്കളെ, ഇവിടെ ഉണ്ടാക്കുന്ന ഈ സാധനം എന്താണ്? ആർക്കാണ്, അല്ലേ? ആർക്ക്. ഇത് ആർക്കാണ്. ആ ആർക്കിൻ്റെ ഒരു ലെങ്ത് ഉണ്ടാവില്ലേ? ആ ആർക്ക് ലെങ്ത്തിനെ നമ്മൾ എന്ത് വെച്ചും വേണേൽ കാണിക്കാം. ചില ബുക്കിൽ S വെച്ച് കാണിക്കുന്നുണ്ട്, ചില ബുക്കിൽ L വെച്ച് കാണിക്കും. ഓരോ ബുക്കിൽ ഓരോ പോലെയാണ്. നമുക്ക് L വെച്ച് കാണിക്കാം. ആർക്ക് ലെങ്ത്തിനെ L എന്ന് വിളിക്കാം. ലെങ്ത് L. ഈ നീളമൊക്കെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ശരിയല്ലേ? സർക്കിളിൻ്റെ റേഡിയസ് രണ്ടും സെയിം ആണ്, രണ്ടും R തന്നെയാണ് സർക്കിളിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്, മറന്നുപോയെങ്കിൽ ഇതാണ് ഫോർമുല മക്കളെ. തീറ്റ = എന്താണ് ഫോർമുല? ആർക്ക് ലെങ്ത്. എന്താണ് മക്കളെ? ആർക്ക് ലെങ്ത്. അവിടെ ഉണ്ടാകുന്ന ഒരു ലെങ്ത് ഇല്ലേ, ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ സർക്കിളിൻ്റെ റേഡിയസ്. ഇത്രേ ഉള്ളൂ. അതായത് തീറ്റ = ഫോർമുല എന്താണ് മക്കളെ? ആർക്ക് ലെങ്ത് L ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ R ആണ്. കഴിഞ്ഞു. തീറ്റ = ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, ദാറ്റ് ഈസ് L/R. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി SI യൂണിറ്റ്, റേഡിയൻ എന്ന സംഭവം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ക്വാണ്ടിറ്റിക്കും ഒരു യൂണിറ്റ് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെങ്ത്തിന് എന്താണ് യൂണിറ്റ്? മീറ്റർ ഉണ്ട്. 3 മീറ്റർ എന്ന് പറയാം, 3 കിലോമീറ്റർ എന്ന് പറയാം, 3 മില്ലിമീറ്റർ എന്ന് പറയാം, 3 സെൻറ്റിമീറ്റർ എന്ന് പറയാം. പല യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ അതിൽ SI യൂണിറ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് 3 മീറ്റർ ആണ്.
അതേപോലെ ഈ പ്ലെയിൻ ആംഗിളിന് പല പല യൂണിറ്റ്സ് ഉണ്ട്. 30 ഡിഗ്രി എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. ഡിഗ്രി ഒരു യൂണിറ്റാണ്. 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറയും. അതുകൂടാതെ മറ്റൊരു യൂണിറ്റാണ് മക്കളെ റേഡിയൻ. അപ്പം 30 ഡിഗ്രി കൂടാതെ 30 റേഡിയനും ഉണ്ട്. രണ്ട് സെയിം അല്ല കേട്ടോ. 30 മീറ്ററും 30 സെൻറ്റിമീറ്ററും സെയിം അല്ലല്ലോ. അതുപോലെ തന്നെ 30 ഡിഗ്രിയും 30 റേഡിയനും സെയിം അല്ല. പക്ഷേ ഡിഗ്രി ഒരു യൂണിറ്റ്, ആരുടെ പ്ലെയിൻ ആംഗിളിൻ്റെ, റേഡിയൻ വേറെ യൂണിറ്റ്. നമ്മൾ വിചാരിക്കും പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മൾ പൊതുവേ ഉപയോഗിക്കുക 30 ഡിഗ്രി, 40 ഡിഗ്രി, 90 ഡിഗ്രി എന്നൊക്കെ അല്ലേ ഉപയോഗിക്കുക. പക്ഷേ SI യൂണിറ്റ് ആരാണ്? റേഡിയനാണ്. SI യൂണിറ്റ് ആരാ? റേഡിയനാണ്. റേഡിയൻ, ആ റേഡിയാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ എപ്പോഴും 30 റേഡിയൻ എന്ന് ഫുൾ എഴുതണ്ട, 30 RAD എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? 30 റേഡിയൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ആംഗിളിൻ്റെ SI യൂണിറ്റ് ഇനി മുതൽ തലേ കയറ്റിക്കോ മക്കളെ, റേഡിയനാണ്, ഡിഗ്രി അല്ല. അപ്പോൾ മാത്സിലൊക്കെ നിങ്ങൾ ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ, +1 നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇനി മുതൽ 30 ഡിഗ്രി എന്നൊന്നും കുറേ എഴുതില്ല. അതിനെ നിങ്ങൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റേഡിയനിലായിരിക്കും കൂടുതൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് കൺവേർഷൻ, എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാത്സിലും പഠിക്കും, ഫിസിക്സിലും പഠിക്കും. പക്ഷെ തൽക്കാലം ഇതിന് മനസ്സിലാക്കേണ്ടതാണ് പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയനാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പരീക്ഷയിൽ ഇവിടുന്ന് എന്തൊക്കെയാണ് ചോദിക്കുക? പരീക്ഷയിൽ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ആർക്ക് ലെങ്ത്തിൻ്റെയും റേഡിയസിൻ്റെയും റേഷ്യോ അല്ലേ? ആർക്ക് ലെങ്ത്ത് റേഡിയസിൻ്റെ റേഷ്യോ അല്ലേ? ഡിവിഷൻ അല്ലേ? അത്രയേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ മതി. ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ്. പ്ലെയിൻ ആംഗിൾ ഈസ് റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ്. ഇത്ര എഴുതി വെക്കുക. നെക്സ്റ്റ് എന്താ ചോദിക്കുക? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. റേഡിയൻ്റെ സിമ്പിൾ എന്താണ്? RAD ആണ്. ഇത്ര മാത്രം ഇവിടുന്ന് ചോദിക്കുള്ളൂ. ഇത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. റെഡി, സെറ്റാണ്? ഓക്കെ. ഇനി ഇത് കൂടാതെ വേറൊരു ക്വാണ്ടിറ്റിയും കൂടി ഉണ്ടായിരുന്നല്ലോ, സോളിഡ് ആംഗിൾ. എന്താ ഈ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? മക്കളെ, ഒരു സർക്കിളിൻ്റെ നടുവിലുണ്ടാക്കുന്ന ആംഗിൾ പ്ലെയിൻ ആംഗിൾ. എന്നാൽ ഒരു 3 ഡയമെൻഷണൽ സ്ഫിയർ ആണെങ്കിലോ, ഗോളമാണെങ്കിലോ, ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്യുക. അപ്പോൾ സ്ഫിയറിൻ്റെ ആർക്ക് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഒരു സ്ഫിയറിൻ്റെ മുകളിൽ ഏരിയ അല്ലേ ഉണ്ടാവുക. ലെങ്ത് ആയിട്ടല്ല നമ്മൾ എടുക്കുക, ഒരു ഏരിയ എടുക്കും. അപ്പോൾ സ്ഫിയറിൻ്റെ ഒരു ആർക്ക് ഏരിയ എടുത്തു. ആ ഏരിയ അതിൻ്റെ സെൻറ്ററിൽ, ഇതാ ആ ഏരിയ സെൻറ്ററിൽ ഒരു കോണല്ല ഉണ്ടാവുക, ഒരു കോൺ. ആ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിള് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊരു 3D ആംഗിൾ ആയിരിക്കില്ലേ? ഒരു കോൺ ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്നാണ് നമ്മളൊരു 3D ആംഗിളാണ്. ഇങ്ങനെ ഉണ്ടാവും. ഒരു ലൈൻ വെച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. സർക്കിളിൻ്റെ കാണിച്ച പോലെ ലൈൻ വെച്ച് കാണിക്കാൻ പറ്റില്ല. ഇത് 3D ആംഗിൾ ആയിരിക്കും ഉണ്ടാവും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിന് പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സോളിഡ് ആംഗിൾ. എന്ത്? സോളിഡ് ആംഗിൾ. ബേസിക്കലി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു സോളിഡിൻ്റെ, ഒരു 3 ഡയമെൻഷണൽ ഫിഗറിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു കോണ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ, ഒരു 3 ഡയമെൻഷണൽ ആംഗിൾ, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സോളിഡ് ആംഗിൾ. ഈ സോളിഡ് ആംഗിളിൻ്റെ സിമ്പിൾ തീറ്റയല്ല, അതിൻ്റെ സിമ്പിൾ എന്താണ്? ഒമേഗയാണ്. ഇതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ഒമേഗ. ഇതാണ് ഒമേഗ, ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ. വേറൊരു സ്മോൾ ലെറ്റർ ഒമേഗയുണ്ട്, ഈ ഒമേഗ. ആ ഒമേഗ അല്ല, നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗയാണ് വേണ്ടത്. ക്ലിയറാണ്? ബുദ്ധിമുട്ടില്ല? ശരി. ഇനി ഈ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേര് ആർക്ക് ഏരിയ എന്നല്ല, അത് ഞാൻ വെറുതെ എളുപ്പത്തിൽ പറഞ്ഞാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ. പേര് പഠിച്ചു വെക്കുക, ഇൻ്റർസെപ്റ്റഡ് ഏരിയ. എന്ന് വിളിക്കാം, ഇൻ്റർസെപ്റ്റഡ് ഏരിയ. സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണ്? RR. സ്ഫിയറിൻ്റെ റേഡിയസ് കളയാണ് RR. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒമേഗ എന്ന് പറഞ്ഞ സോളിഡ് ആംഗിളിന് ഒരു ഫോർമുല ഉണ്ടാക്കാൻ നോക്കാം. ഒമേഗ ഇസ് ഈക്വൽ ടു, മറ്റൊരിടത്ത് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും? അവിടെ ആർക്ക് ലെങ്ത് ആയിരുന്നെങ്കിൽ ഇവിടെ ഇൻ്റർസെപ്റ്റഡ് ഏരിയ. ആർക്ക് ഏരിയ അല്ലെ ഇൻ്റർസെപ്റ്റഡ് ഏരിയ. അപ്പോൾ എഴുതി നോക്കുക, ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആയിരുന്നു. ഇൻ്റർസെപ്റ്റഡ് ഏരിയ ബൈ റേഡിയസ് അല്ല, റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. റേഡിയസിനൊന്ന് സ്ക്വയർ ചെയ്യാത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് സിംപ്ലി A/R അല്ല R². അപ്പോൾ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റഡ് ഏരിയ മുകളിൽ വരും. ആ മുകളിൽ കിടക്കുന്ന ഏരിയ അത് മുകളിൽ വരും. താഴെ എന്താ വരിക? റേഡിയസ് അല്ല, റേഡിയസിൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് ഒമേഗയുടെ SI യൂണിറ്റ് എന്താണ്? ഡിഗ്രി ആണോ? അല്ല. റേഡിയൻ ആണോ? അതുമല്ല, സ്റ്റീറേഡിയൻ. എന്താണ് മക്കളെ ഫോർമുല അല്ലേ SI യൂണിറ്റ്? സ്റ്റീറേഡിയൻ. സ്റ്റീറേഡിയനെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ S-ഉം R ഉപയോഗിച്ചാൽ മതി. ഈ സാധനവും റേഡിയൻ പോലെ തന്നെയാണ്. റേഡിയൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റേഡിയൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ്, അതിലൂടെ സ്റ്റേ ചേർത്താൽ മതി. സിമ്പിളിൽ പക്ഷേ SR എന്ന് പറഞ്ഞാൽ 2 ലെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണ്? ബുദ്ധിമുട്ടില്ല. ഇതൊരു 3D ആംഗിളാണ്. കോണിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആംഗിൾ, സ്ഫിയറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആംഗിൾ. ഓക്കെ,
ഒരു സോളിഡ് ആംഗിൾ ആയിരിക്കും. പരീക്ഷയിൽ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡെഫിനിഷൻ. സോളിഡ് ആംഗിളിനെ ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ പറയുക ഇൻ്റർസെപ്റ്റഡ് ഏരിയയുടെയും റേഡിയസിൻ്റെ അല്ല, സ്ക്വയർ ഓഫ് റേഡിയസിൻ്റെ റേഷ്യോ ആണ്. എന്ത് ചെയ്യണം നോക്കുക? സ്ക്വയർ ഓഫ് റേഡിയസിൻ്റെ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ ടു സ്ക്വയർ ഓഫ് റേഡിയസ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റഡ് ഏരിയൻ്റെയും റേഡിയസിൻ്റെ അല്ല, റേഡിയസിൻ്റെ സ്ക്വയറിൻ്റെയും റേഷ്യോ ആണ്. തെറ്റിക്കരുത്. വേറെ എന്തൊക്കെയാണ് അവിടെ നിന്ന് ചോദിക്കുക? വാട്ട് ഈസ് SI യൂണിറ്റ്? സ്റ്റിറേഡിയൻ എന്ന് എഴുതി വെക്കണം, SR. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 സപ്ലിമെൻ്ററി SI യൂണിറ്റ്സ് ആരാന്ന് പഠിച്ചു, അവരുടെ ഫോർമുല പഠിച്ചു, അവരുടെ ഡെഫിനിഷൻ പഠിച്ചു, അവരെന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ SI യൂണിറ്റ്സും പഠിച്ചു. എന്തായാലും പരീക്ഷയിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക ഒരു ടോപ്പിക്കിൽ നിന്ന്. ഈ ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മക്കളെ. ഓൾസോ ഇതുപോലത്തെ ഷോർട്ട് ആയിട്ടുള്ള സീരീസ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ അതും അറിയിക്കാം. നിങ്ങൾക്ക് എക്സാമിനറിനെ ടോപ്പേഴ്സിനെ പോലെ 520 കിട്ടിയ മാത്രം കുട്ടികളല്ല കേട്ടോ. പല കുട്ടികൾക്ക് 520 1 മാർക്കൊക്കെ നഷ്ടപ്പെട്ട 519 വാങ്ങിയ കുട്ടികളുണ്ട്. 518, 16 ഇഷ്ടം പോലെ കുട്ടികളാണ് വാങ്ങിച്ചത്. അതിൽ പല കുട്ടികളും റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടി ഒരു കുട്ടീനെ കണ്ടിട്ടുള്ളൂ. 515 കിട്ടിയ കുട്ടി. ആ കുട്ടിക്ക് ഇംഗ്ലീഷിൽ 4 മാർക്കും ബയോളജിക്ക് 1 മാർക്കും പോയത് എങ്ങനെയാണെന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ല. ഒരു കാരണവശാലും പോകേണ്ടതല്ല എന്നാണ് ആ കുട്ടിയും ആ കുട്ടിയുടെ പേരൻറ്റും ആ കുട്ടീനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് വരെ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറേ പല കുട്ടികളും എനിക്ക് തോന്നുന്നത് 519, 520 ഇനി ഉയരാനുണ്ട്. അവരൊക്കെ ഫോട്ടോസ് ഇവിടെ കാണും മക്കളെ. അവരൊക്കെ പഠിച്ച ബാച്ചാണ് നമ്മുടെ അഗ്നി ബാച്ച്. അപ്പോൾ അഗ്നി ബാച്ചിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും ഇതിലേക്കൊക്കെ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ച ആ ലെവലിലേക്ക് എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം മാർക്ക് കിട്ടില്ല, അത് ഉപയോഗിച്ച് പഠിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.